നമ്മുടെ ഗാരേജിൽ ഇന്ന് സർവീസിന് എത്തിക്കുന്നത് അടിപൊളി ഒരു സ്പീഡ് റേസിംഗ് ആർ സി കാറാണ്. ഈ ഒരു മോഡൽ റിമോട്ടാണ് ഈ ഒരു ആർ സിക്ക് വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ആർ സി കാറിന് സ്മോക്കിൻ്റെ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ ഇതിൻ്റെ വീലൊക്കെ നല്ല കിടിലം വീലാണ്, നല്ല അടിപൊളി റബ്ബർ ടയറൊക്കെ ഉണ്ട് ഈ ഒരു ആർ സിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർ ബാറ്ററി ചാർജ് ചെയ്ത് വണ്ടിക്കകത്ത് ഇട്ടിട്ടും വണ്ടി ഓടുന്നില്ല. ആ ഒരു കംപ്ലൈൻ്റ് ആയിട്ടാണ് നമ്മുടെയൊക്കെ സർവീസിന് വന്നത്. ഈ ഒരു ആർ സിയുടെ ഈ ഒരു ബാറ്ററി ഡാമേജ് ആണ്. ഈ ഒരു ബാറ്ററി നമ്മൾ ഫുൾ ചാർജ് ചെയ്തിട്ടും വണ്ടി ഓണാകുന്നില്ല. അത് കാരണം നമ്മൾ വേറൊരു 7.4 ബാറ്ററി കണക്ട് ചെയ്ത് വണ്ടി ഓണാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റിയറിംഗ് സൈഡ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ട് ബാക്ക് നമ്മൾ ത്രോട്ടിൽ കൊടുത്താലും ബാക്ക് വീല് അനക്കമില്ല. അപ്പോൾ എന്താ മോട്ടറിനാണ് കംപ്ലൈൻറ്റ് അതോ ബോർഡിനാണ് കംപ്ലൈൻറ്റ് എന്ന് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ആർ സിയുടെ ഉൾഭാഗം ഉണ്ട് ഈ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ സ്മോക്ക് വരുന്ന യൂണിറ്റ്. ഈ ഒരു സ്മോക്ക് വരുന്ന യൂണിറ്റിൻ്റെ അടിയിലാണ് ഇതിൻ്റെ ഗിയർ ബോക്സ് ഇരിക്കുന്നത്. നമുക്ക് ഈ ഗിയർ ബോക്സ് ഒന്ന് അഴിച്ചെടുക്കാം. ഈ ഒരു ആർ സിയുടെ ഗിയർ ബോക്സിലെ സിസ്റ്റം വരുന്നതായിട്ടാ. ഇതിൻ്റെ ടീത്തൊക്കെ ചെക്ക് ചെയ്തിട്ട് ടീത്തിനൊന്നും പൊട്ടലും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഈ മോട്ടറാണ് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. ആദ്യം മോട്ടർ റണ്ണിങ് കണ്ടീഷൻ ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഈ ഒരു മോട്ടറാണ് കംപ്ലൈൻറ്റ് ആയിരുന്നത്. അപ്പോൾ നമ്മൾ മോട്ടറിൻ്റെ ബാക്ക് കവറൊന്ന് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഇതിൻ്റെ ഉള്ളിലെ ബ്രഷ് കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടോ ഇല്ലെന്ന്. മോട്ടറിൻ്റെ ബാക്ക് കവർ അഴിച്ചു നോക്കിയപ്പോൾ ഇതിനകത്ത് കണ്ട ഈ ഒരു ബ്രഷ് രണ്ടും കത്തിപ്പോയേക്കണുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ വേറെ മോട്ടറുണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി. ഇതാണ് അപ്പോൾ നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോണ മോട്ടർ. നമ്മൾ വണ്ടിയിൽ മോട്ടർ സെറ്റ് ചെയ്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗിയർ ബോക്സിലായിട്ട് സെറ്റ് ചെയ്യാം. ടോയ് ആർ സിയുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ ഒരു ആർ സി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം.